ജോജി എന്താ ഞാൻ ഈ സാറിന്റെ വീട്ടിലാ, കുറവലങ്ങാട് മരിച്ച വീട്ടില്. എന്നാണ്ടേ എന്നാ നമ്മളെ കാര്യം ഒന്നും ആയില്ല, അത് കൊടുക്കും, ഞാൻ ഉള്ളേ പോകും. ചാർജ് കൊടുത്താ? ചാർജ് കൊടുത്തുന്നേ, അത് പുള്ളിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ഞാൻ ജിക്കുവും ഈ വെസ്റ്റ് സി ഐ കൂടെ പുതുപ്പള്ളി വന്നപ്പോ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. ഇത് ജിക്കു നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പൈസ മേടിച്ചോണ്ട് ജിക്കു നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റാൻ പ്രാണിയുള്ള ആള് മുഖ്യമന്ത്രിയാ. അല്ല, എന്നാലും ടോമിച്ചായ ഒരു സത്യമില്ലേ ടോമിച്ചായ അതിനകത്ത്? സത്യത്തിന് ഈ രാജ്യത്ത് ഒരു നീതിയില്ല. നിങ്ങളുടെ നാട്ടില് സത്യവും ഇല്ല, നീതി ഇല്ല. എന്റെ പൊന്നു ജോജി, അങ്ങനെയൊക്കെ പറയാതെ സത്യം ഉണ്ടെങ്കിൽ അനീതി രാജ്യത്ത് നടക്കോ? അല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ നടന്ന ഒരുത്തരെ പ്രതിയാക്കുവോ? പൈസ മേടിച്ചോണ്ട് ചെയ്യുന്നതല്ലേ. എന്റെ പണം പൈസയ്ക്ക് വേണ്ടി അമ്മയെ കൂട്ടി കൊടുക്കോ? കേട്ടില്ല. ഇല്ല, ഇവന്മാരതും ചെയ്യും. പൈസ ഇപ്പൊ അവന്മാർക്ക് പോകും. പുതുപ്പള്ളി പഞ്ചായത്ത് മേടിക്കാനുള്ള കാശുണ്ട്. പിന്നെ ഈ ഒന്നുമില്ലാത്തവന്റെ തലയുടെ ബോളിൽ കയറി താണ്ട് പാടുക. മോനെ, അയാളുടെ മനസാക്ഷി, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി ഇളകട്ടെ. എവിടെ ഇളവും? എനിക്ക് ഭാര്യയുണ്ട്, പിള്ളേരും ഇല്ലേ. ഞാൻ ഞാൻ നീ പറയുന്ന കേക്ക്. നീ ഹോസ്പിറ്റലിൽ പോയി അയാളെ കാണാം. നിങ്ങൾ എന്തിനാ എന്റെ കുഞ്ഞച്ചാ എന്നെ ഇങ്ങനെ കൊല്ലുന്നതെന്ന് ചോദിക്കേ. ഇത് എത്ര പ്രാവശ്യം ചോദിച്ചു. ഇപ്പം പറയാ അയാൾ എന്താ പറയുന്നത്? ഇപ്പം പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു ചാർജ് കൊടുത്തു പോകാണ്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാനൊക്കെ ഉണ്ട്. ചാർജ് കൊടുത്തു പോയാൽ മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ അധികാരം ഇല്ലേ? ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഓർഡർ അങ്ങോട്ട് ഇടാനായിട്ട് മുഖ്യമന്ത്രിക്ക് അധികാരം ഇല്ലേ? ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി പറഞ്ഞാലേ ചെയ്യുള്ളൂ. ഞാൻ തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി പറയാതെ ചെയ്യില്ല. ചോദിച്ചാൽ എനിക്ക് ജീവിക്കണ്ടേ? ഞാൻ എങ്ങനെ ഞാൻ പറയുന്നത് നീ ഇതെല്ലാം വെച്ച് ഹൈക്കോടതി കൊണ്ട് റിട്ട് കൊടുക്കുക. ഹൈക്കോടതി കൊടുത്തപ്പോഴാണ് ഇവര് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു എന്നും പറഞ്ഞ എന്റെ റിട്ട് ചെയ്യല്. തോമിച്ചാൻ അറിയുന്നു ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് എഴുന്നേറ്റിരിക്കുന്ന കാശുണ്ടാവുമെന്ന്. മോനെ ജോജി, ഞാൻ പറയുന്ന കേക്ക്. കേരള മുഖ്യമന്ത്രിയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് എവിടെ ശക്തി? ഞാൻ എന്ത് ചെയ്യും? ശക്തിയല്ലൊന്നും താഴ്മയായിട്ട് പറയരുത്. മോനെ, താഴ്മയായിട്ട് അയാളോട് 100 വർഷം പറഞ്ഞതാ. 100 വർഷം ഞാനും ബാലക്കിനും കൂടെ അയാളോട് സംസാരിച്ചതാ. അപ്പം വേണ്ട അയാൾ പുനരന്വേഷണം ഇടാമെന്ന് അന്ന് പറഞ്ഞതാ. അത് കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടതാ. നീ വിഷമിക്കാതെ, നീയാണ് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നീ വിഷമിക്കാതെ, നിന്റെ ഭാര്യയും മക്കളെയൊക്കെ വിഷമിപ്പിക്കാതെ. അവരിപ്പോ പുറത്തു പോയേക്കാ വിളിച്ച്. ഞാൻ ജോലി, എന്റെ പൊന്നുമോനെ, ഞാൻ നിന്നോട് പറയുന്ന കേക്ക്. നീ 40-25 കൊല്ലം കൂടെ നടന്ന നിന്റെ നേതാവല്ലേ നിന്നെ കൈവിട്ടത്? ഞങ്ങളാണോ? അല്ല, അത് പുള്ളി കൈവിട്ടല്ലേ. പുള്ളിയുടെ കൂടെ നിൽക്കുന്നമാര് കാശ് മേടിച്ചേച്ച് ഞങ്ങള് എന്റെ പാനെ അപ്പൊ കാശ് മേടിച്ച് നിന്നെ വിൽക്കുമ്പം ചെയ്യരുതെന്ന് പറയാനുള്ള ബാധ്യത ആർക്കാ? അല്ല, ഞാനൊന്ന് പറഞ്ഞല്ലോ ഒരു ബന്ധത്തിന്റെ കാര്യം. അതുപോലത്തെ കടുത്ത ബന്ധമാണ്. അതിലും മേലുള്ള ബന്ധം എന്നാ ഉള്ളത്. അപ്പൊ പിന്നെ ദൈവം നമ്മളെ ശിക്ഷിക്കട്ടെ പാനെ അവരെ. അല്ല, ഞാൻ എന്താ പറയുന്നത്? ഇപ്പൊ എന്തേ മുഖ്യമന്ത്രിയുടെ വീടിട്ട് കല്ലെറിഞ്ഞു. ആ കേസിൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. ടോമിച്ചാൻ അറിയരുത് ആരാ കല്ലെറിഞ്ഞെന്ന്? എനിക്കറിയാം. അനിയച്ചാൻ എന്നോട് പറഞ്ഞ ജോജി, ഈ സുരേന്ദ്രനെ ജിക്കുവായിട്ട് ഞാൻ നേരത്തെ മിണ്ടുകയില്ല, നിബു ആണ് അതിന്റെ പുറകിൽ നിറഞ്ഞോടെ അവനുമായിട്ട് ഇപ്പൊ ഞാൻ മിണ്ടുകയില്ല. അനിയച്ചാൻ എന്നോട് പറഞ്ഞ. ഇതാരാ എറിഞ്ഞത്? ഇപ്പം അനിയച്ചാൻ എന്നോട് പറഞ്ഞ നിബുവിന്റെ ഇടപാടാന്നാ പറഞ്ഞത്. അവിടെ ആ CPM-കാർ രണ്ടുപേരെ കൊടുക്കാൻ വേണ്ടി, സജേഷ് തങ്കപ്പനെയും പിന്നെ വേറെ ബബിത്തിനെയും കൂടെ കൊടുക്കാൻ വേണ്ടി ഈ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ട് അറിയിച്ചതാന്നുള്ള രീതിയിലാണ് അനീച്ചാൻ എന്നോട് പറഞ്ഞത്. അവര് ഇൻഷുറൻസിൽ നിന്ന് 3000 രൂപ കാശും മേടിച്ചല്ലോ കാറിന്റെ. ഇൻഷുറൻസിൽ നിന്ന് കാശ് മേടിച്ച് കഴിഞ്ഞിട്ട് കേസ് എങ്ങനെയാ റൈറ്റ് ഓഫ് ചെയ്യുന്നേ? എന്നെ ചോദ്യം ചെയ്ത കേസ് എനിക്ക് അറിയാനുള്ള അധികാരമില്ല. ഞാൻ അതിനും പോകുന്നില്ലല്ലോ. എന്നെ വിളിച്ച് അവിടെ SP ഓഫീസിന്റെ അപ്പുറത്തെ മുറിയിൽ നിർത്തി നല്ല ഒന്നാമതായിട്ട് ചോദ്യം ചെയ്താ. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. കാര്യം എല്ലാവർക്കും അറിയാം ആരാ എറിഞ്ഞെന്ന്. പിന്നെ ഒരു വേണമെന്ന് എത്തിക്കാൻ വേണ്ടി എന്നെയും വരെ വിളിച്ച് ചോദിച്ചു. മോനെ ജോജി, അങ്ങാര് പറയാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുനരന്വേഷണം ഇടില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? വെടിവെച്ച് കൊല്ലണ്ട, അങ്ങാരോടൊന്നും പറയരുത്. മോനെ, വീണ്ടും ഞങ്ങൾ പറയാം, ഇനിയും പറയാം. വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്നെ വെടിവെച്ച കേസിൽ നീതി ഉണ്ടോ? എനിക്കില്ലല്ലോ. വെടിവെച്ച കേസിൽ 4 വർഷമാകാൻ പോലും. സത്യം പറയാൻ എനിക്ക് നിങ്ങൾ പുതുപ്പള്ളിക്കാരെ പറ്റി എനിക്ക് സഹതാപമാണ്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല.
ഇല്ല, എന്നെ വെടിവെച്ച കേസിൽ പോലും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ പേരിൽ ഇപ്പൊ 6 കള്ളക്കേസ് കൂടി എടുത്തേക്കുക. എന്നാ ചെയ്യാനാ? ഞാനും എന്റെ ഭാര്യയും പിള്ളേരും അങ്ങനെ ജീവിക്കും. പൈസ ഇല്ല. നീ എന്റെ പൊന്നു മാനെ, നീ വിഷമിക്കാതെ അവിടെ ഇരി. നമ്മൾ വീണ്ടും സംസാരിക്കാം. നീ വിഷമിക്കാതെ അവിടെ ഇരിക്കുക. ശരി എന്നാ ഓക്കെ.